ട്രാവലേഴ്സ് അറ്റൻഷൻ പ്ലീസിൻ്റെ ലഡാക്ക് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൽ ഹിയർ. സോ ഇന്ന് നമ്മൾ ഹാൻഡ്ലിയിൽ നിന്ന് ഉമ്മിങ്ങളിലേക്ക് പോകുന്ന യാത്രയുടെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഹാൻഡ്ലിയിൽ നിന്ന് ഇപ്പോൾ ഉമ്മിങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. ഇപ്പോൾ ഹെയിൽ സ്റ്റോം എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ കറൻ്റ്ലി ഹെയിൽ സ്റ്റോം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കാലാവസ്ഥ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ക്ലൗഡി ആയിരുന്നു. അതുകൊണ്ട് ഹാൻഡ്ലിയിലുള്ള സ്റ്റാർ ഗേസിംഗ് ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലാവസ്ഥയും മോശമാണ്. ഇനി ഉമിങ്ങല പാസിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. ഏകദേശം 90 കിലോമീറ്ററോളം ഉണ്ട്. ഓഫ് റോഡാണെന്നാണ് പറയുന്നത്. ഇപ്പം കുറച്ച് ഓഫ് റോഡ് ഉണ്ട്, പിന്നെ നല്ല റോഡും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിന് പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ഇതെന്തായാലും മഴയും വെയിലും ഹെയിൽ സ്റ്റോമും മഞ്ഞും എല്ലാം കൂടെ കൊണ്ടുള്ളൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം നിങ്ങൾ ഹാൻഡ്ലിയിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ കൂട്ടി ഹോം സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം ഹോം സ്റ്റേ മാത്രമേ ഇവിടെ ഉണ്ടാവത്തുള്ളൂ. നല്ല ഹോം സ്റ്റേസാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഹാൻഡ്ലിയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവർ മിനിമം ഒരു സീസണൊക്കെ ആണെങ്കിൽ മിനിമം ഒരു 1 month മുന്നെങ്കിലും ബുക്ക് ചെയ്തിടുന്നത് നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് നൈറ്റ് വന്നിട്ട് അലയേണ്ടി വരും ഹോം സ്റ്റേക്ക് വേണ്ടി. സോ എന്തായാലും യാത്രാ ഡീറ്റെയിൽസ് എന്തായാലും ഇവിടുന്ന് ഹാൻഡ്ലിയിൽ നിന്ന് ഉമ്മിങ്ങളിലേക്ക് പോകുന്ന ഒരു യാത്ര മാത്രമേ ഉള്ളൂ ഇന്ന്. പിന്നെ എന്തായാലും ഷോർട്ട് വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് വഴിയെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നല്ല വെയിലായി. മുന്നേ ഒരു 10 മിനിറ്റ് മുന്നേ നല്ല രീതിക്ക് മഴയും ഹെയിൽ സ്റ്റോമൊക്കെ ആയിരുന്നു. ഇപ്പം വെയിലായി. ഇപ്പം എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവരും റെഡിയായി നിൽപ്പുണ്ട്. കുറച്ച് പേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി നിൽക്കുന്ന ഹാൻഡ്ലി എന്ന് പറയുന്നത് 14,500 സംതിങ് ഫീറ്റ് ഓൾട്ടിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ 19,026 ആണെന്ന് തോന്നുന്നു ഉമ്മിങ്ങല പാസിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓൾട്ടിറ്റ്യൂഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഒരു 5,000 അടുപ്പിച്ചുള്ള ഓൾട്ടിറ്റ്യൂഡ് ഇനി കയറിപ്പോകണം. സോ ഡൈമോക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് 2-3 ദിവസമായിട്ട് നമ്മൾ ഈ 14,000 അടി ഫീറ്റിലാണ് നിൽക്കുന്നത് കറുത്തങ്കല പാസ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ എന്തായാലും ഡൈമോക്സ് എടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം ഉമ്മിങ്ങല പാസിൽ പോയി എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങൾ. ഹാൻഡ്ലിയിൽ നിന്ന് ഉമ്മിങ്ങല പാസിലേക്ക് നമുക്ക് 2-3 റോഡ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ താമസിച്ചത് ഏകദേശം 10 കിലോമീറ്റർ ഉള്ളിലേക്കായിരുന്നു. ഹാൻഡ്ലിയിൽ നിന്ന് 10 കിലോമീറ്റർ ഉള്ളിലേക്കായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. ഇപ്പോൾ ഹാൻഡ്ലിയിൽ നിന്നാണ് നമ്മൾ പ്രോപ്പർലി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫോർട്ടില്ല ലേ എന്ന് പറയുന്ന ഒരു റോഡ് ഉണ്ട്. നമുക്ക് ആ റോഡ് വഴി നമുക്ക് ഉമ്മിങ്ങല പാസിലേക്ക് പോവാം. നമ്മൾ ട്രാവൽ ചെയ്തത് കിങ് കോബ്ര ലൂപ്പ് എന്ന് പറയുന്നൊരു ലൂപ്പ് വഴിയാണ് പോയിരുന്നത്. അപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും റോഡിൻ്റെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും നടക്കുന്നേ ഉള്ളൂ. ഇത് വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നല്ല രീതിക്കുള്ള ഓഫ് റോഡ് വരുന്നുണ്ട്, ഒരു റിവർ ക്രോസിങ് വരുന്നുണ്ട്. പക്ഷേ ആ റിവർ ക്രോസിങ് കണക്ട് ചെയ്യാതെ തന്നെ നമ്മുടെ മാർഷൽ വേറൊരു ഡൈവേർട്ട് ചെയ്താണ് നമ്മൾ കൊണ്ടുപോയത്. അപ്പോൾ റിവർ ക്രോസിങ് നമുക്ക് ചെയ്യേണ്ടി വന്നില്ല. പക്ഷെ നല്ല രീതിക്കുള്ള ഓഫ് റോഡ് ഉണ്ട്. ഓഫ് റോഡ് എന്ന് പറയുമ്പം നമ്മൾ ഈ പറയുന്ന ഹിമാലയനിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എണീറ്റൊക്കെ നിന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അധികം നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല. പക്ഷെ ഞാൻ ട്രാവൽ ചെയ്തത് ബുള്ളറ്റിലാണല്ലോ. അപ്പം ഇതൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബുള്ളറ്റിൽ ട്രാവൽ ചെയ്യുമ്പം ആ ഒരു റോഡ് കഴിഞ്ഞ് നമ്മൾ എത്തുന്ന സമയത്ത് ആ ഒരു വൈബ്രേഷൻ നമ്മളെ ശരീരത്തിൽ അപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ ഒരു യാത്ര അല്ലെങ്കിൽ ആ ഒരു റോഡിലൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പറഞ്ഞ റോഡിലൂടെ നമുക്ക് കിട്ടുന്നത്. സോ കിങ് കോബ്ര ലൂപ്പിൽ നിന്ന് നൂർബില ടോപ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിലേക്ക് നമ്മൾ എത്തും. അതൊരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമുക്ക് നല്ല റോഡാണ് വരുന്നത്. നല്ല ടാറിട്ട റോഡ് തന്നെയാണ്. അങ്ങനെ വലിയ ഓഫ് റോഡോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ ചെറിയ റോഡാണ്, നാരോ റോഡാണ്. എന്നാൽ പോലും നമുക്ക് അങ്ങനെ വലിയ ഓഫ് റോഡോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി ഉമ്മിങ്ങലയിലേക്ക് ഒരു 25 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഇപ്പം നമ്മൾ ചിഷ്മുൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി. നമ്മൾ ഈ പറയുന്ന ഹാൻഡ്ലിയിൽ നിന്ന് ഉമ്മിങ്ങലയിലേക്ക് പോകുന്ന വഴിക്ക് ഈ പറയുന്ന ഒരു ലൊക്കേഷനിൽ മാത്രമാണ് നമുക്കൊരു ബ്രേക്ക് എടുക്കാനുള്ള ടീ കോഫിയൊക്കെ നമുക്ക് എടുക്കാനുള്ള ടൈം കിട്ടത്തുള്ളൂ. ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഷോപ്സും കാര്യങ്ങളും. ഇവിടെ വന്നിട്ട് വേണം നമുക്കത് എടുക്കാൻ വേണ്ടി. ആവശ്യമുള്ളവർക്ക് കുറച്ചൊരു ടൈം സ്പെൻഡ് ചെയ്യാം. കാരണം ഓൾട്ടിറ്റ്യൂഡ് നല്ല രീതിക്ക് ഹൈ ആയിക്കൊണ്ടിരിക്കുന്നതല്ലേ. സോ അപ്പോൾ എന്തായാലും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, വാട്ടർ ബ്രേക്ക് എടുക്കുക. അപ്പോൾ അതായിരുന്നു നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാവരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടുന്ന് തിരിക്കും എന്തായാലും. സോ എനിവേ ഇപ്പം നല്ല വെയിലാണ് ഇവിടെ. അങ്ങനെ വലിയ നല്ല കാറ്റും
വെയിലുമാണ്. അല്ല പ്രത്യേകിച്ച് അങ്ങനെ ഒരു നമ്മൾ കർദുംഗ്ല പാസിൽ പോയതുപോലത്തുള്ള ആ ഒരു ക്ലൈമറ്റ് ഇല്ല. ഓക്കെ ക്ലൈമറ്റാണ്. പിന്നെ ഓൾട്ടിറ്റ്യൂഡ് മാറുമ്പം വരാൻ ചാൻസ് ഉള്ള ഹെഡേക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എന്തായാലും ഉണ്ട്, രാവിലെ തൊട്ടും ഉണ്ട്. ഞാൻ എന്തായാലും അതിനുള്ള മെഡിസിൻ എടുത്തിട്ടുണ്ട്. എന്തായാലും നോക്കാം. എന്തായാലും ഒരു 25 കിലോമീറ്റേഴ്സാണ്. സോ ടോപ്പിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യം ഇനി പോയിട്ട് വേണം അറിയാൻ വേണ്ടി. പിന്നെ വരുന്ന വഴിക്ക് ഒരുപാട് ആർമിക്കാരുടെ ബങ്കേഴ്സ് കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചൈന ബോർഡർ എന്തോ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം. അപ്പം ഒരുപാട് ബങ്കേഴ്സ് കണ്ടായിരുന്നു. സോ എനിവേ എന്തായാലും ഒമിഗലയിൽ എത്തിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണാം. ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളൂ പാസ് കിട്ടാൻ വേണ്ടി. കിലോമീറ്റർ ഇല്ല, താറായി അല്ല. കർദുംഗ്ല പാസ് പോലെ സ്നോഫോളും കാര്യങ്ങളും ആയിരുന്നെങ്കിൽ പെട്ടാനെ. അപ്പോൾ അത്രയ്ക്കൊരു ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു തലവേദന മാത്രമേ ഉള്ളൂ. അയ്യപ്പാ സോമി ശർമ്മ. Slowly. Guys, yeti Kardungla Pass. Kardungla Pass, Lulugla Pass एती. गाड़ी इधर ड्रॉप करना. लाउंडे का നല്ല തലവേദനയുണ്ട്. പക്ഷേ ഫുൾ സാറ്റിസ്ഫൈഡ്. ഗൈസ് സർട്ടിഫിക്കറ്റ് കിട്ടി. ഇവിടെ ഒരുപാട് മലയാളികൾ വന്നു പോയതിൻ്റെത് ഞാൻ വന്ന് കയറിയപ്പോഴേ കണ്ടായിരുന്നു. അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ആലുവ എന്നൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കേരളത്തിൽ നിന്ന് പല ഭാഗത്തുനിന്ന് വന്ന ആൾക്കാർ ഇവിടെ ജസ്റ്റ് എവിടെ ചെന്നാലും മലയാളികളുടെ ഇതുണ്ടാവുമെന്ന് പറയുന്നത് പോലെ കണ്ടോ. ആലുവ മക്കളെ കയറി വാ, പൊളിച്ച്. ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റുമോ നോക്കട്ടെ. അത്രയ്ക്ക് തിരക്കാം അവിടെ. ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ റിട്ടേൺ. അത് തിരക്ക് കണ്ട, ഫുള്ള് തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം തിരക്കാം. ഫോട്ടോ എടുക്കാൻ പറ്റും തോന്നുന്നില്ല. എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടി. ദാറ്റ്സ് ഓൾ. ചെറിയ രീതിക്കുള്ള ഒരു സ്നോഫോളും ഉണ്ടായിരുന്നു. ചെറിയ രീതിക്ക്, വലിയ രീതിക്കൊന്നും ഇല്ല. സോ എനിവേ എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ അല്ല, അത് ഉറപ്പാണ്. 19,000 അടിയാണ് ഹൈറ്റ്. കർദുംഗ്ല പാസ് പോലെ ഹെവി സ്നോഫോളൊക്കെ ആണെങ്കിൽ ഡെഡ്.
തൊണ്ടയൊക്കെ വരണ്ടിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഹയസ്റ്റ് പാസ് 7 ഔട്ട് ഓഫ് 13 ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിൽക്കുന്നത് ഞാൻ ഉമിംഗ്ല പാസിലാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൽ കർദുംല പാസും ഉണ്ട്. 7 ഔട്ട് ഓഫ് 13 ഹയസ്റ്റ് പാസസ് ഇൻ ദ വേൾഡ്. പ്രൊജക്ട് ഹിമാനക്. ഗൈസ്, എന്ത് പറയാൻ നോ വേർഡ്സ്, വാക്കുകളില്ല. Above 19,000 feet. Snowfall happening. Once in a life experience. പറയാൻ വാക്കുകളില്ല. ഈ താഴെ ഇറങ്ങുമ്പോഴാണ് അടുത്ത പ്രശ്നം എല്ലാവരും പറയുന്നത്. ഇത്രയും ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് ഈ താഴെ ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ നല്ല തലവേദനയുണ്ട്. ഇനി എളുപ്പം ഇറങ്ങട്ടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കഫേയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റുമോ അല്ലേ? എന്നാലും വരിക, സർട്ടിഫിക്കറ്റ് വാങ്ങുക, പറ്റുമെങ്കിൽ ഒരു കോഫി കുടിക്കുക. 19,000 അടി ഹൈറ്റിൽ നിന്നൊരു കോഫി കുടിക്കുക എന്ന് പറയുന്നത് എപ്പോഴും നടക്കുന്നൊരു കാര്യമല്ലല്ലോ. അപ്പോൾ ഇതാണ് കഫേ ഹിമാനക്. ഇവിടെ നിന്ന് ഒരു കോഫി കുടിക്കുക, സർട്ടിഫിക്കറ്റ് വാങ്ങുക. സോ ഈ കംപ്ലീറ്റ്ലി ലഡാക്ക് ട്രിപ്പിൽ നല്ല രീതിക്കുള്ള ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് ഫേസ് ചെയ്തൊരു ദിവസമായിരുന്നു ഉംലിംഗ്ല പാസിൽ നിന്ന് തിരിച്ച് ഹാൻലിയിലേക്ക് വരുന്ന ടൈമിൽ. കാരണം അങ്ങോട്ട് പോകുമ്പോഴും ഹെഡേക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു എക്സ്ട്രീം ലെവലിലേക്ക് മാറിയൊരു ദിവസമായിരുന്നു. എനിക്ക് തോന്നുന്നു നല്ല രീതിക്ക് ഡീഹൈഡ്രേഷൻ അടിച്ചുകൊണ്ടായിരിക്കണം ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തത്. ഉംലിംഗ്ല പാസിൽ ഏകദേശം അരമണിക്കൂറോളം നമ്മൾ ഫോട്ടോസ് എടുക്കാനും എല്ലാം വെയിറ്റ് ചെയ്തു. അത് തന്നെ ഒരു കുറച്ച് ഓവർ ടൈം ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അത് കഴിഞ്ഞ് താഴെ ചിഷ്മുൽ എന്ന് പറയുന്ന വില്ലേജിൽ, അല്ലെങ്കിൽ അവിടെയാണല്ലോ നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റോപ്പിംഗ് പോയിന്റ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കാനൊക്കെ ഒരു പോയിന്റ് ഉള്ളത്. സോ അവിടെ ഇറങ്ങി ഏകദേശം ഒരു അരമണിക്കൂറോളം ഒരു ഷോപ്പിൽ പോയിരുന്നു. സത്യം പറഞ്ഞ് നമ്മൾ കിളി പോകുമെന്ന് പറയത്തില്ല, ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഒരുപാട് വെള്ളം കുടിച്ചു. നല്ല രീതിക്കുള്ള ഹെഡ് പെയിൻ ഉണ്ടായിരുന്നു. കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഹെഡ് പെയിൻ ആയിരുന്നു. പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു, നല്ല രീതിക്ക് റെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് ഹാൻലിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻലിയിൽ എത്തുന്നവരെയും നല്ല രീതിക്കുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസ് ഇൻ ദ സെൻസ് ഈ പറഞ്ഞ ഹെഡ് ഏക്ക് ആണ്. സോ ഹെഡ് ഏക്ക് ആണ് മേജർലി ഒരുപാട് ആൾക്കാർക്ക് ഫേസ് ചെയ്യുന്നത്. പക്ഷേ ശ്വാസ തടസ്സം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഹെഡ് ഏക്ക് ആയിരുന്നു ബേസിക്കലി. അതെനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഡീഹൈഡ്രേഷൻ അടിച്ചുകൊണ്ട് തന്നെയാണ്. ഒരുപാട് ആ ഷോപ്പിലിരുന്ന് ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചു. അപ്പോഴാണ് കുറച്ചൊന്ന് ഓവർകം ആയി വന്നത്. സോ അതുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഒന്നും ഞാൻ ഉംലിംഗ്ല പാസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ എന്തായാലും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇനി എന്തായാലും നെക്സ്റ്റ് ഇയറിലും ഒരു ലേറ്റ് ടു ലേറ്റ് ട്രിപ്പ് അടിക്കണമെന്ന് വലിയ രീതിക്കുള്ള ആഗ്രഹമുണ്ട്. ആ സമയത്ത് മിംഗ്ല പാസും ഓപ്പൺ ആവുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തവണത്തെ ട്രിപ്പിൽ ടുർട്ടുക്ക് എന്ന് പറയുന്ന വില്ലേജ് എനിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതേപോലെ തന്നെ സൻസ്കാർ വാലി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. സോ അതൊക്കെ നെക്സ്റ്റ് ഇയറിൽ ഒരു ട്രിപ്പുമായിട്ട് ഞാൻ എന്തായാലും ഉറപ്പായിട്ടും വരുന്നുണ്ടാവും. സോ എനിവേ എന്തായാലും ഈ ലഡാക്ക് സീരീസ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ അങ്ങനെ വലിയൊരു സ്പോട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല. സോ എന്തായാലും അടുത്തൊരു ട്രാവൽ സീരീസുമായിട്ട് നമുക്ക് കാണാം. സോ എനിവേ, അമൽ സൈനിങ് ഓഫ്.